ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന ആക്ടിനകത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ടോപ്പിക് മറ്റൊന്നുമല്ല, ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ആക്സെപ്റ്റൻസ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് സെക്ഷൻ 2 of H, a contract may be defined as an agreement which is enforceable at law is contract. അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്താണ് എഗ്രിമെൻ്റ്, ആ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ള രണ്ട് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. വാലിഡ് ഓഫർ പ്ലസ് വാലിഡ് ആക്സെപ്റ്റൻസ്. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ എന്താണ് ഓഫർ എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് വാലിഡ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് അവിടെ ആക്സെപ്റ്റൻസിന് ഉണ്ടാവേണ്ടത്. ഇത്തരം കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആക്സെപ്റ്റൻസ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ആക്സെപ്റ്റൻസ് മീൻസ് ദി എക്സ്പ്രഷൻ ഓഫ് അസെന്റ് ഓർ കൺസെന്റ് ടു ദി പ്രപ്പോസൽ ഓർ offer by the offerer. An offer or proposal will be converted into a promise only when it is accepted by the offeree. അപ്പോൾ ജനറൽ ടേംസിനകത്ത് നമ്മൾ ആക്സെപ്റ്റൻസ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു ഓഫറി നൽകുന്ന അസെന്റ് ഓർ കൺസെന്റ്, അതിൻ്റെ എക്സ്പ്രഷനെയാണ് യഥാർത്ഥത്തിൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അഥവാ ഓഫറർ മെയ്ഡ് ചെയ്തതായിട്ടുള്ള ആ ഒരു ഓഫർ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ആക്സെപ്റ്ററുടെ അല്ലെങ്കിൽ ഓഫറിയുടെ ആ ഒരു എക്സ്പ്രഷനാണ് അസെന്റ് ഓർ കൺസെന്റിൻ്റെ. അങ്ങനെ ആ ഒരു പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഓഫറിനെ നമ്മൾ പ്രോമിസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആക്സെപ്റ്റൻസിനകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫർ എന്നുള്ളതിനെയും ആക്സെപ്റ്റൻസ് എന്നുള്ളതിനെയും ദി ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അഥവാ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് സാധ്യമല്ല. ഓഫർ ഇല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് വരുന്നില്ലെങ്കിൽ ഓഫറിന് വാലിഡിറ്റി ഇല്ല. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സെക്ഷൻ 2 of B of the Indian Contract Act 1872 defines acceptance as follows. When the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal, when accepted, becomes a promise. Of Section 2 of B of the Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 of B ആക്സെപ്റ്റൻസ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തി, ഒരു പേഴ്സൺ
അഥവാ ആർക്കാണോ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു പേഴ്സൺ അയാളുടെ അസെൻറ്റ് അല്ലെങ്കിൽ കൺസെൻറ്റ് അയാൾ അറിയിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രപ്പോസൽ ഇസ് സെഡ് ടു ബി ആക്സെപ്റ്റഡ്. ആ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസലിന് ആക്സെപ്റ്റൻസ് ലഭിക്കുമ്പോൾ അതെന്തായിട്ട് മാറും, അത് പ്രോമിസ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു ഓഫറിയെ അയാൾ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഓഫറിയെ നമ്മൾ പിന്നീട് വിളിക്കുന്ന പേരാണ് ആക്സെപ്റ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരാണോ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓഫറിയാണ് നമ്മൾ ആക്സെപ്റ്റർ എന്നുള്ള പേരിൽ പറയാറുള്ളത്. ഇനി ഈ ഒരു ആക്സെപ്റ്റൻസ് ഒരുപക്ഷെ വേർഡ് സ്പോക്കൺ ആയിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ ആക്ട് ഓർ കണ്ടക്റ്റ് ആയിരിക്കാം. അപ്പോൾ അവിടെ എക്സ്പ്രസ് ഓഫർ, അതുപോലെ തന്നെ എക്സ്പ്രസ് ആക്സെപ്റ്റൻസ്, ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റൻസ് സാധാരണ രീതിയിൽ വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് എ വാലിഡ് ആക്സെപ്റ്റൻസ് ഓർ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ആക്സെപ്റ്റൻസ് എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 7 നമ്മൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ലീഗൽ റൂൾസ് എന്നുള്ള പേരിൽ നമ്മളിവിടെ പറയപ്പെടുന്നത്. അഥവാ ഒരു ആക്സെപ്റ്റൻസ് അത് ലീഗലി എഫക്റ്റീവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ചില കാര്യങ്ങളെല്ലാം, ചില കണ്ടീഷൻസ് എല്ലാം അത് ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 7 ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആക്സെപ്റ്റൻസ് ആബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് an acceptance must be unconditional. It should correspond with all the terms of the offer. In other words, the offeree either should accept the item of the offer into or should reject it into. അപ്പോൾ ഒരു ആക്സെപ്റ്റൻസ് എന്നുള്ളത് അൺകണ്ടീഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആയിരിക്കണം. അതിനകത്ത് യാതൊരു രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസിന് യാതൊരു രീതിയിലുള്ള കണ്ടീഷൻസും കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല. എങ്ങനെയാണോ ആ ഒരു ഓഫറിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞത് പ്രകാരം അതിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, അത് വാലിഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത്. ഓഫറർ എന്തൊരു ടേംസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ആ ടേംസിനെ കൃത്യമായിട്ട് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ആക്സെപ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ ഓഫറിക്ക് ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ആക്സെപ്റ്റൻസിൻ്റെ കേസിനകത്തേക്ക് വരുന്നത്, അവ ഓഫറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത് അല്ലേ. ഇനി അതേ സമയത്ത് പലപ്പോഴും നമ്മൾ സാധാരണ സിറ്റുവേഷൻസിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഘടകമാണെന്ത്, ഒരു ഓഫർ മെയ്ഡ് ചെയ്തു, ആ മെയ്ഡ് ചെയ്ത ഓഫറിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു അതർ ഓഫർ തിരിച്ചിങ്ങോട്ട് മെയ്ഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് കൗണ്ടർ ഓഫർ എന്നാണ് എന്നെ പറയാം അല്ലേ. 1 ലക്ഷം രൂപക്ക് എൻ്റെ വീട് ഞാൻ വിൽക്കാമെന്ന് പറയുമ്പോൾ 80,000 രൂപക്ക് നിൻ്റെ വീട് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്നത് ഇതെന്താണ്, കൗണ്ടർ ഓഫറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപക്ക് വീട് നൽകാമെന്ന് പറയുമ്പോൾ അതേ 1 ലക്ഷം രൂപക്ക് വീട് വാങ്ങിക്കൊള്ളാമെന്ന് തിരിച്ചിങ്ങോട്ട് അയാളുടെ കൺസെൻറ്റ് അല്ലെങ്കിൽ അസെൻറ്റ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്
ആക്സെപ്റ്റൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് അത് മാറുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ടു ദി ഓഫറർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം. ദാറ്റ് മീൻസ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ആക്സെപ്റ്റൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓഫറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് നൽകിയിരിക്കണം എന്നർത്ഥം. ഇവിടെ ഓഫറി അയാളുടെ ആക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിനകത്ത് സൈലൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള യാതൊന്നും തന്നെ അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, അവിടെ നമുക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല എന്ന് മാത്രമല്ല, അവിടെ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഓഫറി അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് അല്ലെങ്കിൽ അസെൻറ്റ് അത് കൃത്യമായുള്ള രീതിയിൽ ഓഫററെ അറിയിക്കുമ്പോൾ മാത്രമാണ്, ഇനി അതല്ലെങ്കിൽ ഓഫറർ ഓതറൈസ് ചെയ്തതായിട്ടുള്ള ആ ഒരു വ്യക്തിയെ അറിയിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഓഫർ എന്നുള്ളതിന് ആക്സെപ്റ്റൻസ് എന്നുള്ള ആ ഒരു മാനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രോമിസ് എന്നുള്ള ആ ഒരു ഘടകത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, അതിന് മാറാനായിട്ട് സാധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കൃത്യമായ രീതിയിൽ ഓഫറുമായിട്ട് ഓഫറി അതെന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടകം, ആർക്കാണോ ആ ഒരു ഓഫർ നൽകിയിട്ടുള്ളത് അദ്ദേഹം തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ മറ്റൊരാളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓതറൈസ്ഡ് പേഴ്സണായിട്ട് വെക്കാൻ സാധ്യമല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ആക്സെപ്റ്റൻസ് ഷുഡ് ബി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഓർ റീസണബിൾ മോഡ്. ഇനി ഈ ഒരു ആക്സെപ്റ്റൻസ് നമ്മൾ എങ്ങനെ ആയിരിക്കണം നൽകേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, ഓഫറർ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മാനർ പറയുന്നുണ്ടെങ്കിൽ, എ പർട്ടിക്കുലർ മാനർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫറർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ മാനറിലായിരിക്കണം അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഇനി അത്തരത്തിലൊരു പർട്ടിക്കുലർ മാനറൊന്നും അല്ലെങ്കിൽ മോഡൊന്നും ഓഫറർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ യൂഷ്വൽ അല്ലെങ്കിൽ റീസണബിൾ മാനറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. യൂഷ്വൽ അല്ലെങ്കിൽ റീസണബിൾ മാനർ എന്നുള്ളതിനെ ലോ പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടില്ല. അവിടെ സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തായിട്ട് വരാം, യൂഷ്വൽ മാനർ അല്ലെങ്കിൽ റീസണബിൾ മാനർ വരാം എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. വെൻ ആക്സെപ്റ്റൻസ് ഈസ് മെയ്ഡ് by words spoken or written, it is an express acceptance. If it is accepted by conduct, it is an implied acceptance. അവിടെ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് എന്നും, ഇനി ആക്ട് അല്ലെങ്കിൽ കണ്ടക്റ്റിലൂടെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്നുമാണ് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. Acceptance must be communicated by the acceptor only. ഇനി ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആര് മാത്രമാണ്? ആ ഒരു ആക്സെപ്റ്റർ മാത്രമാണ്, അല്ലേ? ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ ഹിംസെൽഫ്. ദി കമ്മ്യൂണിക്കേഷൻ ടു എനി അതർ പേഴ്സൺ is as if no communication has been made. അവിടെ ആർക്കാണോ ഓഫർ മെയ്ഡ് ചെയ്തിട്ടുള്ളത് ആ മെയ്ഡ് ചെയ്തതായിട്ടുള്ള ആൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ആർക്ക് ഓഫർ മെയ്ഡ് ചെയ്തിട്ടുണ്ടോ അവർ മാത്രമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ
അർഹനായിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണോ ഓഫറി ആയിട്ട് വരുന്നത് അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഓഫറി അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം, ആക്സെപ്റ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ആറാമത്തെ പോയിന്റ് നോക്കാം. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദി ഓഫർ ഈസ് മെയ്ഡ്. ഇനി ഒരു ഓഫർ മെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവേണ്ടത്. അഥവാ ദർ ക്യാൻ ബി നോ ആക്സെപ്റ്റൻസ് അറ്റ് ആൾ ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഓഫർ. ആ ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തില്ല, ഒരു ആക്സെപ്റ്റൻസ് ഇല്ല. ഓക്കെ, ആ ഓഫർ മെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ ഓഫറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് യഥാർത്ഥത്തിൽ ആ ഒരു ഓഫറിനുള്ള ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഓഫർ മെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, ആക്സെപ്റ്റൻസ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഏഴാമത്തെ പോയിന്റ് നോക്കാം. റിജക്റ്റഡ് ഓഫർ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഓൺലി ഓൺ റിന്യൂവൽ. ഇനിയൊരു ഓഫർ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ റിവോക്ക് ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞു, അതെന്ത് ചെയ്യപ്പെട്ടു, ലാപ്സ് ആയിട്ട് പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫർ റിജക്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ റിവോക്ക് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫറിന് എന്ത് ചെയ്യണം, റിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ ടൈം ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓഫർ ലാപ്സ് ആയിട്ട് പോകും. ഓക്കെ, പിന്നീട് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫറർ വീണ്ടും ആ ഒരു ഓഫർ എന്ത് ചെയ്യണം, റിന്യൂ ചെയ്ത് നൽകിയെങ്കിൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബൈ എ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. ഇനി ഇത് ആരാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ആർക്കാണോ ആ ഒരു ഓഫർ നൽകിയിട്ടുള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ആക്സെപ്റ്റൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു അസെന്റ് ഓർ കൺസെന്റ് നൽകാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഓഫറിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഓഫറിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതിലൂടെ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ട് വരുന്ന കാര്യമല്ല. അപ്പോൾ എപ്പോഴാണോ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഓഫറിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് ഉള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ആർക്കാണോ ആ ഒരു ഓഫർ മെയ്ഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അവയർനെസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഓഫറിനെ കുറിച്ചിട്ട് അറിവില്ല എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് സാധ്യമല്ല, അറിയാത്ത ഒരാൾക്ക് സാധ്യമല്ല. ദാറ്റ് മീൻസ് അവർ ചെയ്യുന്ന പ്രവർത്തനം അത് ഇത്തരത്തിലുള്ള ആക്സെപ്റ്റൻസ് പോലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അത് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുകയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ വിത്തിൻ എ റീസണബിൾ ടൈം ആൻഡ് ബിഫോർ ദി ഓഫർ ലാപ്സസ് ഓർ റിവോക്ക്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ ഒരു ആക്സെപ്റ്റൻസ് നമ്മൾ എപ്പോൾ നടത്തിയിരിക്കണം, ആ ഒരു അലൗഡ് ടൈമിനകത്ത് നമ്മൾ നടത്തിയിരിക്കണം, അല്ലേ? ഒരു പക്ഷേ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഓഫറർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്രത്തോളം സമയം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു അലൗഡ് ടൈമിനകത്താണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ആക്സെപ്റ്റൻസ് നടക്കേണ്ടത്. ഇനി അങ്ങനെയുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. റീസണബിൾ ടൈമിനകത്ത് എന്ത് ചെയ്യണം, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റീസണബിൾ ടൈം എന്നുള്ളത് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രതിപാദിക്കപ്പെടുന്നത്. ഓക്കെ, അഥവാ ഒരു ഓഫർ മെയ്ഡ് ചെയ്തു, ആ ഓഫർ 2 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് പണ്ട് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റും? ഇല്ല. അത് റീസണബിൾ ടൈമിനകത്ത് എന്ത് ചെയ്യപ്പെടണം, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടണം. അപ്പം മാത്രമേ എന്ത് ചെയ്യപ്പെടുള്ളൂ, അതിന് വാലിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ,
ഇനി അതല്ലെങ്കിൽ ആ ഒരു ഓഫർ വിഡ്രോ ചെയ്തതിന് ശേഷം ഒരു ആക്സെപ്റ്റൻസ് വരികയാണെങ്കിൽ അതെന്താണ്, ഇൻവാലിഡ് ആണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. റിവോക്കേഷൻ എങ്ങനെയൊക്കെ നടക്കാം, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഒരു ഓഫർ ലാപ്സായിട്ട് പോകാം. അപ്പോൾ ഈ പറയുന്ന മെത്തേഡ്സിനകത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ ഓഫർ ലാപ്സായിട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ആക്സെപ്റ്റൻസ് മെയ്ഡ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്, പ്രിസ്ക്രൈബ്ഡ് ടൈം, അപ്പോൾ ഡെത്ത് ഓഫ് ദി ഓഫറർ, ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ, നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ, നോട്ട് ആക്സെപ്റ്റഡ് അക്കോർഡിംഗ് ടു ദി മോഡ് പ്രിസ്ക്രൈബ്ഡ്, റിജക്ഷൻ ബൈ കൗണ്ടർ ഓഫർ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ when does an offer comes to an end അല്ലെങ്കിൽ lapses of offer, revocation of offer എന്നുള്ള ആ ഒരു ടേംസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് മോഡ്സിൽ വേണമെങ്കിലും എന്ത് ചെയ്യപ്പെടാം, ആ ഒരു ഓഫർ റിവോക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അത് ലാപ്സ് ആയിട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് എന്ത് ഈ ഒരു പോയിന്റിലൂടെ പറയുന്നത്. അപ്പോൾ ഒരു ആക്സെപ്റ്റൻസ് വരുന്നോട് കൂടിയിട്ട് അത് പ്രോമിസ് ആയിട്ട് മാറും, ആൻഡ് ആൾസോ കൺക്ലൂഡ് ടു ദി കോൺട്രാക്ട്. അതെന്തായിട്ട് വരും, അത് കോൺട്രാക്റ്റിലേക്ക് കൺക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി, എഗ്രിമെൻ്റ് ആയിട്ട് മാറി. ആ എഗ്രിമെൻറ്റിന് എൻഫോഴ്സബിലിറ്റി ഉണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ കോൺട്രാക്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്തതിന് ശേഷം ഈ ഒരു എഗ്രിമെൻറ്റിനകത്ത് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. അങ്ങനെ പിന്മാറുകയാണെങ്കിൽ അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യും, അത് മാറുകയും ലീഗൽ പ്രൊസീഡിങ്സിന് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരികയും ചെയ്യുമെന്നുള്ളത് എന്താണ്, ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ ഏതെല്ലാം രീതിയിൽ ഈ ആക്സെപ്റ്റൻസ് നടക്കാം, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയ ഭാഗം കൂടി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ വിശദീകരണമായിട്ട് പറയുകയാണ്. ആക്സെപ്റ്റൻസ് മേ ബി മിയർ അസെന്റ് ഓർ മിയർ പ്രോമിസ് ഓർ ബൈ ആക്ട് ഓർ കണ്ടക്ട് ഓർ ബൈ സൈനിങ് എ ഡോക്യുമെന്റ് ഓർ ബൈ സൈനിങ് പേപ്പേഴ്സ് കണ്ടെയ്നിങ് ടേംസ്. അപ്പോൾ ഈ പറയുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും അവിടെ ആക്സെപ്റ്റൻസ് നടക്കാം. ഒരു മിയർ അസെന്റ്, മിയർ കൺസെന്റ്, മിയർ പ്രോമിസ് അല്ലേ, അതുപോലെ തന്നെ ആക്ട് ഓർ കണ്ടക്ട് ഓർ ബിഹേവിയർ, ഇതെല്ലാം എന്താണ്, ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഘടകങ്ങളാണ്. ഇനി അതേപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യമാണെന്ത്, സൈനിങ് എ ഡോക്യുമെന്റ് ഓർ സൈനിങ് പേപ്പേഴ്സ് കണ്ടെയ്നിങ് ടേംസ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ എന്ത് നടക്കാം, ആക്സെപ്റ്റൻസ് അവിടെ സാധ്യമാവാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ 7 പറയുന്ന ഇത്തരം കണ്ടീഷൻസ് കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് വാലിഡ് ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കൺക്ലൂഡ്സ് ടു ദി കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ.